Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ദ ഗെയിം ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. നയേമി ബ്രേഡ് എഴുതിയിട്ടുള്ള ഒരു ഹൈപ്പർ ടെക്സ്റ്റാണ്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നില്ല, പകരം ഹൈപ്പർ ടെക്സ്റ്റ് എന്താണ് എന്നും ഒരു ഹൈപ്പർ ടെക്സ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ആക്ടിവിറ്റീസുമാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷനും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യം നമുക്ക് ഹൈപ്പർ ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. Hypertext is a digital text format that allows interactive navigation through hyperlinks. ഹൈപ്പർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വായിക്കുന്നതിനിടയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് ഒരു ഇൻ്ററാക്റ്റീവ് ടൈപ്പ് റീഡിങ് ക്രിയേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കണക്ട്സ് ഡിഫറെൻറ്റ് സെക്ഷൻസ്, ഡോക്യുമെൻറ്റ്സ് ഓർ മൾട്ടിമീഡിയ എലിമെൻറ്റ്സ്. അത് ഒന്നുകിൽ ഒരു സ്റ്റോറിയുടെ ഡിഫറെൻറ്റ് സെക്ഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിമീഡിയ ആയിരിക്കാം. ഇമേജസോ ഓഡിയോസോ വീഡിയോസോ ഒക്കെ ടെക്സ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കാം. In literature, hypertext incorporates images, videos, and audio, enriching narratives and making them more immersive. ഇനി ലിറ്ററേച്ചറിനകത്ത് ഹൈപ്പർ ടെക്സ്റ്റിൽ സാധാരണഗതിക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമേജസും വീഡിയോസും ഓഡിയോസും എല്ലാം ഇങ്ങനെ ഈ ലിങ്കിലൂടെ ടെക്സ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ള റീഡിംഗ് എക്സ്പീരിയൻസ് അത് ക്രിയേറ്റ് ചെയ്യുന്നു. Unlike traditional linear writing, it enables a reader-driven experience, offering multiple paths and possible endings in storytelling. ഇതുകൂടാതെ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് കൂടി ഹൈപ്പർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോറിയുടെ ഓരോ ഘട്ടത്തിലും റീഡേഴ്സിൻ്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് ചോദിക്കുകയും എന്നിട്ട് അതിൽ റീഡേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ചുകൊണ്ട് ആ സ്റ്റോറിയുടെ ബാക്കി പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ വരുന്നു. ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറി ഒരു രീതിക്ക് പോകുന്നു, വേറെ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോറി വേറൊരു രീതിക്ക് പോകുന്നു. അത്തരത്തിൽ പല തരത്തിലുള്ള പാത്തുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്ലൈമാക്സുകളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള ഒരു നരേറ്റീവ് കൂടിയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ എക്സാമ്പിളാണ് ദ ഗെയിം ഓഫ് ലൈഫിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് ദ ഗെയിം ഓഫ് ലൈഫിൽ ഹൈപ്പർ ടെക്സ്റ്റ് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കാം. ദ ഗെയിം ഓഫ് ലൈഫ് ബൈ നവോമി ബ്രേഡ് is an interactive hypertext narrative that explores the impact of decision making on one's future. ഇനി ഒരാളുടെ ജീവിതത്തിൽ, ഒരാളുടെ ഫ്യൂച്ചറിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ, നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നത് അവതരിപ്പിക്കുന്ന ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ആണ് ദ ഗെയിം ഓഫ് ലൈഫ്. ദ സ്റ്റോറി ഫോളോസ് എ പ്രൊട്ടഗോണിസ്റ്റ് ഹു ഫേസസ് വേരിയസ് ലൈഫ് ചോയ്സസ് ഇൻക്ലൂഡിംഗ് സെലക്ടിങ് എ കോളേജ്, ബാലൻസിങ് അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ആൻഡ് മേക്കിംഗ് കരിയർ ഡിസിഷൻസ്. ഇനി ദ ഗെയിം ഓഫ് ലൈഫിൽ നമ്മൾ കാണുന്നത് ഒരു പ്രൊട്ടഗോണിസ്റ്റാണ്. പല ലൈഫ് ചോയ്സസ് നേരിടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഏത് കോളേജിൽ ചേരണം, ഇനി കോളേജിൽ ചേർന്നാൽ തന്നെ പഠിക്കണോ അതോ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകണോ, അതുപോലെ തന്നെ കരിയറിൽ എടുക്കേണ്ട ഓരോ തീരുമാനങ്ങൾ ഇങ്ങനെ ഓരോ ചോയ്സസ് ആയിട്ട് നേരിടുന്ന ഒരു സിറ്റുവേഷനാണ് ദ ഗെയിം ഓഫ് ലൈഫിൽ നമ്മൾ കാണുന്നത്. The reader plays an active role in shaping the character's journey, with each choice leading to different outcomes. അപ്പോൾ റീഡർ ഈ നരേറ്റീവ് ശരിക്കും ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ചോയ്സസ് വരുന്ന സമയത്ത് റീഡർ ഏത് ചോയ്സിലാണ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ടാണ് ആ ക്യാരക്ടറിൻ്റെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. Through this format, the narrative highlights how small decisions can significantly alter the course of one's life. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ചോയ്സും വേറെ തരത്തിലേക്ക് സ്റ്റോറി കൊണ്ടുപോകുന്നതിലൂടെ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മുടെ ലൈഫിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊരു തീമാണ് ദ ഗെയിം ഓഫ് ലൈഫിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. With 74 choices and 49 sections, the game of life offers a highly interactive experiences. ഇനി ഈ സ്റ്റോറിക്കകത്ത് ആകെ 49 സെക്ഷനാണുള്ളത്. അതിനകത്ത് 74 ചോയ്സസ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ചോയ്സും റീഡേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോറി വേറെ രീതിയിൽ പോകുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത്തരത്തിലൊരു ഇൻ്ററാക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറിയെ കാണുന്നത്.
Readers can navigate different scenarios, seeing how their decisions affect the protagonist's success and happiness. അപ്പോൾ നമ്മൾ ഓരോ ചോയ്സ് എടുക്കുന്നതിനനുസരിച്ച് കൊണ്ടും ഈ ക്യാരക്ടറിൻ്റെ കരിയറിലും അതുപോലെ തന്നെ ലൈഫിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. The narrative effectively simulates real life dilemmas, encouraging readers to reflect on the importance of thoughtful decision making. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ റീഡേഴ്സിന് ഇതുപോലെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അത് ആലോചിച്ചെടുക്കണം എന്നുള്ളൊരു സന്ദേശം ഇതിലൂടെ നൽകുന്നു. Ultimately, the story serves as both an engaging exercise in choice-based storytelling and a lesson in the unpredictability of life's journey. അപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റിൽ നമ്മൾ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു റീഡിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ചോയ്സുകൾക്കനുസരിച്ച് കഥ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യവും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതല്ലാതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. അപ്പോൾ നമ്മളൊരു ഹൈപ്പർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കോളേജിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ രണ്ട് ചോയ്സസിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. അവിടെ ഒന്ന് ഇതുപോലെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകുന്നു, ഫ്രണ്ട്സ് കറങ്ങാൻ വിളിക്കുന്നുള്ളൊരു സിറ്റുവേഷൻ. മറ്റൊന്ന് നമുക്ക് പഠിക്കാനുണ്ട്, എക്സാം വരുന്നുണ്ട്, അപ്പോൾ പഠിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ. എന്നിട്ട് നമ്മൾ അവിടെ ഈ രണ്ട് ചോയ്സിൽ ഏതാണ് റീഡേഴ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്നിട്ട് ഓരോ ചോയ്സിനും ഇതുപോലെ നമ്മൾ ഓരോ ഔട്ട്കമാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, അതല്ലാതെ പഠിക്കാതെ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ള രീതിയിൽ രണ്ട് വശത്തേക്ക് നമ്മൾ ആ കഥയെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇതിൽ ഓരോ സെക്ഷനിലും വീണ്ടും വീണ്ടും ഇതുപോലെ ഓരോ ചോയ്സസ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഓരോ ചോയ്സും വ്യത്യസ്ത ഔട്ട്കം നൽകുന്നത് കാണിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ ഹൈപ്പർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.